കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 28 വിഷയങ്ങൾ ചർച്ചയായി. കേരളോത്സവം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചും കട്ടപ്പന ഫെസ്റ്റിനായി മുനിസിപ്പൽ ഗ്രൗണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. നഗരസഭയിൽ ഫെസ്റ്റിന് മൈതാനം അനുവദിക്കാൻ കൊട്ടേഷൻ വിളിച്ചതുമായി ബന്ധപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ ചൊല്ലി കൗൺസിലിൽ ഭരണ പ്രതിപക്ഷ വാദപ്രതിവാദങ്ങളുണ്ടായി. അഗളാട് സ്വദേശി മുനീർ 13 ലക്ഷം രൂപയും നരിയമ്പാറ സ്വദേശി ബിജു പൂവത്താനി 15.99 ലക്ഷം രൂപയുമാണ് ഫെസ്റ്റിന് മൈതാനം അനുവദിക്കുന്നതിനായി കൊട്ടേഷൻ വെച്ചത്. ഇതിൽ ഉയർന്ന തുക നൽകിയ പൂവത്താനി ബിജുവിന് മൈതാനം വിട്ടുനൽകാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. തീരുമാനം കൗൺസിലിന്റെ അംഗീകാരത്തിനായി വന്നപ്പോഴാണ് ഭരണ പ്രതിപക്ഷ വാക്കേറ്റമുണ്ടായത്. കൊട്ടേഷൻ നൽകാൻ കട്ടപ്പനയിലെ ആളുകൾക്ക് ആവശ്യമായ സമയം നൽകിയില്ലെന്നും തീരുമാനത്തോട് വിയോജിക്കുന്നതായും പ്രതിപക്ഷ കൗൺസിലർ സിജോമോൻ ജോസ് പറഞ്ഞു. ആവശ്യമായ സമയം നൽകിയിട്ടും കൊട്ടേഷനുകൾ നൽകുന്നതിൽ ചിലർ താമസം വരുത്തിയെന്ന് ഭരണകക്ഷി അംഗം മനോജ് മുരളി പ്രതികരിച്ചു. ഇതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമായി. പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിൽ തീരുമാനത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 28 വിഷയങ്ങളാണ് കൗൺസിലിൽ ചർച്ചയായത്. ഇന്നത്തെ കൗൺസിലിന് 28 അജണ്ടകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് നമുക്ക് കേരളോത്സവം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. അത് ഈ മാസം 14, 15 തീയതികളിലാണ് നമ്മൾ കേരളോത്സവം നടത്തേണ്ടത്. കൗൺസിലിന് മുമ്പിൽ ഇതെല്ലാം വളരെ സുതാര്യമായിട്ടാണ് ചെയ്തത്. സ്റ്റിയറിംഗ് കമ്മിറ്റി 15-ാം തീയതി ചേരുകയും 15-ാം തീയതി 3 അപേക്ഷകരുണ്ടാകുന്ന അപേക്ഷകരെ വിളിച്ച് സംസാരിക്കുകയും അവരോട് അവരുടെ വോട്ട് ചെയ്യുന്ന തുക നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് വിവിധ ആളുകൾ വിവിധ സമയങ്ങൾ ചോദിച്ചു. അവർക്ക് ആ സമയങ്ങൾ കൊടുത്തു. ആ സമയത്തിന് ശേഷം 2 കൊട്ടേഷനുകളാണ് ലഭിച്ചത്. അത് കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു കൊട്ടേഷൻ വന്നു. പക്ഷേ അത് നമ്മൾ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ മീൻസ് എല്ലാം ക്ലോസ് ചെയ്തതിനു ശേഷമായിരുന്നു അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന തുകയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു കാര്യമാണ് കൗൺസിലിന്റെ വിലയിരുത്തിയിരുന്നത്. ഇത് ഈ നാട്ടിൽ വികസനത്തിനുള്ള പൈസ നമുക്ക് 15,999 രൂപ ലഭിക്കുമ്പോൾ അതിന്റെ കൂടെ GST ഗവൺമെന്റിലേക്ക് പോകും. അത് കൂടാതെ നമ്മളെ സംബന്ധിച്ച് 15,999 രൂപ മുനിസിപ്പാലിറ്റിക്ക് തനത് വരുമാനമായി ലഭിക്കുക. ആ രൂപത്തിൽ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാം, റിവൈസുമായി ബന്ധപ്പെട്ട് വിവിധ റോഡുകളുടെ പ്രോജക്റ്റുകളുടെ റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് കൗൺസിൽ പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമെടുത്ത് ഇന്ന് കൗൺസിൽ തിരിഞ്ഞിട്ടുണ്ട്. നഗരസഭയിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചും പുളിയൻമലയിലുള്ള SC വിഭാഗത്തിന് മുനിസിപ്പാലിറ്റി വക സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന റോഡുകളിൽ നിന്ന് എത്ര മീറ്റർ വിട്ട് പട്ടയം നൽകാമെന്നത് സംബന്ധിച്ച വിഷയത്തിൽ നിയമോപദേശം ലഭ്യമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു.